40 വർഷത്തെ സേവന പാരമ്പര്യവുമായി കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷന്റെ 6ാമത് സ്ഥാപനം ഒട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം. സ്റ്റീൽ, സിമന്റ്, പൈപ്പ്, ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ, ഒട്ടുപാറ, പരുത്തിപ്ര. മിന്നൽ പ്രളയത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിലുണ്ടായ നാശനഷ്ടം സംബന്ധിച്ച് ചർച്ച ചെയ്യുവാൻ വടക്കാഞ്ചേരി നഗരസഭയിൽ വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്തു. നാശനഷ്ടം സംബന്ധിച്ച് പരിശോധന നടത്തി വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വിവരങ്ങൾ സർക്കാരിലേക്ക് കൈമാറുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. ജൂലൈ 29, 30 തീയതികളിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും ഒട്ടുപാറയിലുൾപ്പെടെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മഴവെള്ളം കയറി കോടികളുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിവിധ വ്യാപാര സംഘടനാ പ്രതിനിധികൾ വടക്കാഞ്ചേരി നഗരസഭയിലും താലൂക്ക് ഓഫീസിലും വിവിധ ജനപ്രതിനിധികൾക്കും നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികളുടെ നാശനഷ്ടം സംബന്ധിച്ച് ചർച്ച നടത്തുവാൻ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. വ്യാപാരികളും അതോടൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറും വില്ലേജ് ഓഫീസറും സംയുക്തമായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് ധനകാര്യ വകുപ്പിനും റവന്യൂ വകുപ്പിനും കൊടുക്കേണ്ടത്. അപ്പോൾ അത് അടിയന്തരമായിട്ട് കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് അടിയന്തരമായി നമ്മൾ യോഗം ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് നമുക്ക് ഡിസ്കഷൻ നടത്തിക്കൊണ്ട് അത് ഒരു ഫൈനലൈസ് ചെയ്യണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപാരി സുഹൃത്തുക്കളെ നഗരസഭയിലേക്ക് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായം ചെയ്യണം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് നഗരസഭ എന്ന രീതിയിൽ നമ്മളിവിടെ നിന്ന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി AM, സെക്രട്ടറി KK മനോജ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു മാർട്ടിൻ, വടക്കാഞ്ചേരി വില്ലേജ് ഓഫീസർ രാജശേഖരൻ V, കൗൺസിലർ ഐശ്വര്യ, വ്യാപാര സംഘടനാ പ്രതിനിധികളായ അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, എൽദോ പോൾ, അബ്ദുൾ ഗഫൂർ, ബെൻസൺ, ടിൻഡോ NK, എൽദോ PP, ഹൈദർ സഫറുള്ള തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രളയത്തിൽ കോടികളുടെ നഷ്ടം വന്ന വ്യാപാരികളെ ചേർത്ത് നിർത്തുവാൻ നഗരസഭ കൈക്കൊണ്ട നടപടിയിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നന്ദി അറിയിച്ചു. തീർച്ചയായും ഇത് കളക്ടറുടെ മീറ്റിംഗ് അടുത്ത ആഴ്ചയുണ്ട്, അവിടെ അവതരിപ്പിക്കാം. ഒപ്പം തന്നെ മിനിസ്റ്ററും ബാക്കി എല്ലാവരും ഉള്ളൊരു മീറ്റിങ്ങിൽ ഇതൊക്കെ അവതരിപ്പിക്കാം എന്നുള്ളൊരു അഷ്വറൻസ് നമുക്ക് നഗരസഭാ ചെയർമാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിലേറെ സന്തോഷം നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇങ്ങനെ വ്യാപാരികളുടെ നഷ്ടം വിലയിരുത്തിയിട്ടുണ്ടായിരുന്നില്ല. 2018 വന്നപ്പം ഇങ്ങനെ വ്യാപാരികൾക്ക് വന്നൊരു നഷ്ടം എന്താണെന്ന് വിലയിരുത്താൻ ഒരു ഉദ്യോഗസ്ഥനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് വിട്ട് ഇപ്രാവശ്യം വടക്കാഞ്ചേരി നഗരസഭ അത് മുൻകൈ എടുത്തുകൊണ്ട് ഇതിൻ്റെ ലിസ്റ്റ് കളക്ട് ചെയ്യുകയും അത് കളക്ടർക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ അത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. PCB ന്യൂസ്, വടക്കാഞ്ചേരി.